എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂനെ എക്സ്പ്രസിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കായിരുന്നു. പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നത്. ട്രെയിനിൽ കുറെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം അധികം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. അത്യാവശ്യം അധികം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. ഈ ബസ്, ട്രെയിന് പോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ യാത്ര ചെയ്യവേ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമങ്ങൾ ഒരു തുടർ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. തന്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒരു ചെറിയ ലൈംഗികാതിക്രമണത്തിനെങ്കിലും ഇരയാകാത്ത ഒരു പെൺകുട്ടി പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. വീട്ടിൽ നിന്നോ സ്കൂളിൽ നിന്നോ ബന്ധു വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലെ ബസ്സിലോ ട്രെയിനിലോ ജോലി സ്ഥലങ്ങളിലോ വെച്ചെല്ലാം സ്ത്രീകൾ ലൈംഗികാതിക്രമണത്തിന് ഇരയാവാറുണ്ട്. ചാക്കി വെക്കുക എന്ന വാക്ക് ഡബിൾ മീനിങ്ങിലൂടെ കുപ്രസിദ്ധി ആർജിച്ചത് പോലും ഇങ്ങനെ ബസ്സിലും ട്രെയിനിലും എല്ലാം സ്ത്രീകൾ ലൈംഗികാതിക്രമണത്തിന് ഇരയാക്കപ്പെട്ടതിലൂടെയാണ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു വെച്ചത് എന്തിനാണെന്ന് വെച്ചാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ധനശ്രീ എന്ന് പറഞ്ഞ പെൺകുട്ടി തനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ മോശം അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനിനകത്തും ഒക്കെയുള്ള തിരക്കുകൾ അവസരമാക്കിക്കൊണ്ട് സ്ത്രീകളെ തൊടാനും പിടിക്കാനും ഒക്കെ നടക്കുന്ന ഇഷ്ടംപോലെ ഞരമ്പന്മാരുണ്ടല്ലോ. അതേ അനുഭവം തന്നെയാണ് ധനശ്രീക്കും ഉണ്ടായിട്ടുള്ളത്. ട്രെയിനിനകത്തേക്ക് കയറുന്ന സമയത്ത് ഒരുത്തം വന്ന് അനാവശ്യമായി തിരക്കുണ്ടാക്കുകയും ധനശ്രീയുടെ മാറിടത്തിൽ അമർത്തുകയും ചെയ്തു. ധനശ്രീ തന്നെ ആ സംഭവത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടോക്കാം. ഇന്നലെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂനെ എക്സ്പ്രസിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പൊ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നത്. പൂനെ എക്സ്പ്രസ് അവിടെ വന്നു നിന്നു. എനിക്ക് തൃശ്ശൂരിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ട്രെയിനിൽ കുറെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം അധികം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. അത്യാവശ്യം അധികം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റത്തെ സെക്കൻഡ് ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോ ആ കുറെ ആൾക്കാർ ഇറങ്ങുമ്പോൾ പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാരില്ല. വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കി നിരങ്ങി പ്ലാറ്റ്ഫോമിന് ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറാൻ അത്രയും ആൾക്കാരില്ല. ഒരു ഭീകര ജനത്തിരക്കോ അങ്ങനെയൊന്നും ഇല്ല. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ കുറച്ച് ആൾക്കാർ, പക്ഷെ ഇറങ്ങാൻ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പോ ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. അപ്പൊ സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണില്ല. കാരണം സൈഡ് എന്ന് പറയുമ്പോൾ ഒരാൾ ബാക്കിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് വരുന്നതും ആൾ എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു. അപ്പൊ ആള് സൈഡ് എന്ന് പറയുന്നതും ആള് പെട്ടെന്ന് എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിർത്തി. എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ നല്ല സൗണ്ട്. ഞാൻ ആ വീഡിയോ ഇപ്പൊ ഞാൻ കാണിക്കാട്ടോ. ഞാൻ മോനെ ഉസൈൻ ബോൾട്ട് ഓടും അതേപോലെ ചെങ്ങായിക്ക് ഇങ്ങനെ ഓടി നല്ല മുൻപരിചയം ഉണ്ടെന്ന് തോന്നുന്നു. അതെന്തായാലും ഉണ്ടാവല്ലോ, അതാണല്ലോ കയ്യിലിരിപ്പ്. ഇതേപോലെ എത്ര സ്ഥലത്ത് നിന്നും ഇവനൊക്കെ പിടിച്ചിട്ടുണ്ടാവുമെന്ന് ആർക്കറിയാം. ഇതേപോലുള്ള പേവേട്ടുകൾക്ക് ഇമാതിരി ഞരമ്പത്തിനും ഒരു സ്ഥിരം പരിപാടിയായിരിക്കും. അവർക്കത് നിർത്താൻ കഴിയൂല. തിരക്കുള്ള സ്ഥലങ്ങളിൽ വെച്ച് പെണ്ണുങ്ങളെ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ഇവന്മാരുടെ കൈ ധരിക്കും. ആ ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടാകും. അതിന് ഓർമ്മയില്ലേ, ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തിരുന്ന് അവൻ സ്വയംഭോഗം ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു വട്ടം അവനെ പിടിച്ചതാണ്. അന്ന് അവൻ ആകെ നാണം കെട്ടതാണ്. എന്നിട്ട് എന്താ ഉണ്ടായത്? കുറച്ചു കാലം കഴിഞ്ഞപ്പോ വീണ്ടും അവനത് ആവർത്തിച്ചു. അപ്പൊ ഇവനും അങ്ങനെ തന്നെ ആയിരിക്കും. സ്ഥിരമായി ഇതുപോലെ സ്ത്രീകളെ കയറി പിടിക്കുന്നുണ്ടാവും. പല സ്ഥലങ്ങളിലും തിരക്ക് കാരണം സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവൻ രക്ഷപ്പെട്ട് കാണും. പിന്നെ ചില സ്ത്രീകൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയാറുമില്ലല്ലോ. അങ്ങനെ ഇവൻ രക്ഷപ്പെട്ടു വന്നതാവും. ചിലപ്പോൾ ഇതിനു മുമ്പും ഏതെങ്കിലും സ്ത്രീകൾ ഇവൻ ഇതുപോലെ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് 2 പൊട്ടിച്ചു വിട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇതുപോലെ ഇവൻ ഓടി രക്ഷപ്പെട്ട് കാണും. പക്ഷെ ഇത്തവണ ഇവന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല കേട്ടോ. എല്ലാരും കൂടി അവനെ പൊക്കി. അതിനെക്കുറിച്ച് ഈ പെൺകുട്ടി തുടർന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടോക്കാം. ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നല്ലോണം സൗണ്ട്, റെയിൽവേയിൽ മൊത്തം ഞാൻ സൗണ്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോ ആൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് പറഞ്ഞു ഇല്ല 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 അങ്ങനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ചോദിച്ചു നീ പിടിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ നല്ല റേസ് ആയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ആളിത് കണ്ടപ്പോഴത്തേക്ക് ആളുടെ മുഖം അതിന് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ എന്താ പറയാ ഫോൺ ഇങ്ങനെ തട്ടി മാറ്റിയപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ആളുടെ ഒരു കൈ ആൾ ഞാൻ അത്ര ഇങ്ങനെ പിടിച്ചു. ആളെ പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് ആള് സ്പീഡിൽ സ്റ്റേഷന് പുറത്തേക്ക് പോയി. ഒരാള് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് അവിടെ സ്റ്റേണായി നിൽക്കാമായിരുന്നു. ഞാൻ പിടിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ എന്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടില്ല അയാൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ അയാൾ അവിടെ നിൽക്കണം. അയാൾ ഓടേണ്ട ആവശ്യമില്ലായിരുന്നു.
അതെ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പതറില്ല. തൂക്കിക്കൊല്ലാനും പോവാന്ന് പറഞ്ഞാലും നമ്മുടെ നെഞ്ചിലിപ്പ് കൂടില്ല. പക്ഷെ തെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിടിക്കപ്പെട്ടതെങ്കിൽ കയ്യിൽ നിന്ന് പോകും. എന്തെങ്കിലും ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ശ്രമിക്കുക. ചെയ്ത തെറ്റിനെ അഭിമുഖീകരിക്കാൻ കഴിയാതെ അവിടുന്ന് ഓടി ഒളിക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുക. അത് തന്നെയാണ് ഇവനും ഇവിടെ ചെയ്തത്. എന്തായാലും ബാക്കിയുടെ കേട്ടോ. ആള് അത്രയും സ്പീഡിൽ റെയിൽവേന്റെ പുറത്തേക്ക് പോയി. റെയിൽവേന്റെ പുറത്തേക്ക് പോയപ്പോ നാട്ടുകാരൊക്കെ കൂടി ആളെ പിടിച്ച് ആളെ ഒന്ന് പിടിച്ചങ്ങ് നിർത്താ ചെയ്തത്. അപ്പം ആളെ പിടിക്കാൻ പോയ ഗ്യാപ്പില് ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ഓടുകയും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയപ്പോ അവിടുന്നൊരു ചേച്ചി ഇങ്ങനെ പറയണ്ടായിരുന്നു, സാരില്ല മോളെ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, സാരില്ല, എന്തായാലും മാല അങ്ങനത്തെ ഒന്നല്ലല്ലോ പൊട്ടിച്ചത്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അവക്ക് ആഹാ കൊള്ളാം, സ്വർണത്തിനൊക്കെ ഇപ്പൊ നല്ല വിലല്ലേ. ചേച്ചി അതാവും ആദ്യം ചിന്തിച്ചത്. ഭാഗ്യത്തിന് മാല ഒന്നും പോയില്ലല്ലോ എന്നൊക്കെ. ആ പെൺകുട്ടി ഒരുത്തൻ കയറി പിടിച്ചൊന്നും ചേച്ചിക്ക് പ്രശ്നമില്ല, കഴുത്തിലെ മാല പോയില്ലല്ലോ, അതാണ് ചേച്ചി ചിന്തിച്ചത്. സംഭവം ചേച്ചി ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാവും. പക്ഷെ സ്വന്തം ദേഹത്ത് ഒരുത്തൻ കൈവച്ചതിന്റെ ട്രോമയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ആശ്വാസവാക്കുകളൊന്നും കേട്ടിട്ട് ഒരു കാര്യമില്ല. അതവളെ കൂടുതൽ വിഷമിപ്പിക്കത്തേ ഉള്ളൂ. ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം സൗണ്ട് റേസ് ചെയ്തിട്ട് പറഞ്ഞു, അവളെന്റെ മാല പൊട്ടിച്ചതല്ല, അവളെന്റെ ബ്രസ്റ്റിൽ കയറി പിടിക്കാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആള് സൈലന്റ് ആയി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പോലീസുകാരൊക്കെ എനിക്ക് എങ്ങനെയാ അവരോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര നല്ല പോലീസുകാരായിരുന്നു. ആൻഡ് അവര് പരാതി കൊടുക്കാൻ പറഞ്ഞു. പരാതി എന്തായാലും വന്ന് എഴുതിക്കോ എന്നുള്ള രീതിയിൽ ഞാൻ പരാതി എഴുതാൻ, അങ്ങനെ എറണാകുളം ടൗൺ റെയിൽവേന്ന് ഞാൻ പരാതി എഴുതിയിട്ട് അപ്പൊ ആളോടൊന്ന് പറയുന്നുണ്ട്, ഞാനല്ല പിടിച്ചത്, ഞാനല്ല. എനിക്ക് അത്ര ഉറപ്പാണ്. കാരണം ആളുടെ കൈ ഞാൻ കണ്ടതാണ്. ആളെന്നെ പിടിച്ചപ്പോ തന്നെ ഞാൻ കൈ ഇങ്ങനെ പിടിച്ചിരുന്നു. അപ്പൊ ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ കുറേ പറയുന്നുണ്ട്. ഇത്രയും ആള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ മുഖത്തേക്ക് പോലും തീരെ നോക്കില്ല. കാരണം കാണുന്നതാണ്. ആളിന് തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് സ്റ്റേഷന്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് ആള് തൊപ്പി കഴിച്ച് ഭയങ്കര മാന്യനായി, ഭയങ്കര അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ ആള് ഞാനല്ല. പിന്നെ ആള് പറയാൻ തുടങ്ങി, ആളുടെ പുരാണ കഥകൾ പറയാൻ തുടങ്ങി. എനിക്ക് എന്റെ ഭാര്യയുണ്ട്, എന്റെ കുട്ടിയുണ്ട്, എന്റെ ഭാര്യ മക്കളറിഞ്ഞ ഇത് ഭയങ്കര സഹിക്കൂല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുടെ ശരി എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് അവന് ഭാര്യയും മക്കളെയൊക്കെ ഓർമ്മ വന്നത്. തനിക്കൊരു ഭാര്യയുണ്ട് അല്ലെങ്കിൽ മക്കളുണ്ട്, നാളെ ഒരുത്തൻ അവരെ കയറി പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഈ പെൺകുട്ടിയെ കയറി പിടിക്കുന്ന സമയത്ത് അയാൾ ഓർത്തില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ഈ പെൺകുട്ടിയെ കയറി പിടിച്ചത് അവര് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എനിക്ക് നാണക്കേടാവുമെന്ന് എന്തായിരിക്കും ഇയാൾ ആദ്യം ഓർക്കാതിരുന്നത്. എല്ലാം കഴിഞ്ഞ് പിടിക്കപ്പെട്ടപ്പോഴാണ് ഇവന് ഭാര്യയും കുഞ്ഞിനൊക്കെ ഓർമ്മ വന്നത്. ഇത് ഇത്തരക്കാരുടെ സ്ഥിരം പരിപാടിയാണ്, അടവാണ്. ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ കാര്യം പറഞ്ഞ് സെന്റ് അടിച്ച് രക്ഷപ്പെടാനുള്ള അടവാണ്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ്. ബാക്കി പുരാണ കഥകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്നിട്ട് പ്ലീസ് ഇടോ, ഞാനല്ല എന്നിട്ട് ആളിങ്ങനെ പറയാൻ തുടങ്ങി. എന്നിട്ട് ആളോട് പറഞ്ഞു, ചേട്ടൻ എങ്ങനെയാണ് എന്നെ കണ്ടിട്ട് പിടിക്കുക? ഞാൻ അത്ര ഇതായിട്ട് ചോദിച്ചത്, ചേട്ടൻ എങ്ങനെയാണ് എന്നെ കണ്ടിട്ട് പിടിക്കാൻ തോന്നിയത് ചോദിച്ചത്. കാരണം ഞാൻ ഇട്ട ഡ്രസ്സ് എന്താണെന്ന് അറിയാം, ഞാൻ ഈ ജേഴ്സി ഇട്ടത്. ഞാൻ ഈ ജേഴ്സി ഇട്ടിട്ടാണ്, അതും സമയം 3:30, വൈകുന്നേരം 3:30, ആ ഒരു നട്ടുച്ച വൈകുന്നേരം സമയമാണ്. സമയം 3:30യും ഈ ജേഴ്സി ഇട്ടിച്ചാണ് ഞാൻ ഉണ്ടായത്. അതിന് ഇതിനെങ്ങനെ സമയം കാര്യമൊന്നും ഇല്ല മോളെ. ഉച്ച ആയാലും രാത്രി ആയാലും രാവിലെ ആയാലും ഒക്കെ ഒരേപോലെയാണ്. അതേപോലെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലും കാര്യമൊന്നുമില്ല. അതൊക്കെ വെറുതെ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി ആണുങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കിയതാണ്. നീ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ടത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ നീ ഇറുകിയ ഡ്രസ്സ് ഇട്ടത് കൊണ്ടല്ലേ, നീ കാണിച്ചു നടന്നിട്ടല്ലേ, ഇതൊക്കെ വെറുതെയാണ്. നീ ഇപ്പൊ പർദ്ദ ഇട്ടിട്ടാണ് പോയതെങ്കിലും കാര്യമില്ല. പിടിക്കാൻ മുട്ടിക്കഴിഞ്ഞാണെങ്കിൽ ഇത്തരക്കാർ കയറി പിടിക്കും. ഇവിടെ കുട്ടികളും മുത്തച്ഛിമാര് വരെയും പീഡിപ്പിക്കും. അവരൊക്കെ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ടത് കൊണ്ടാണോ, അല്ലെങ്കിൽ കാണിച്ച് നടന്നിട്ടാണോ? അല്ലല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തരം മാനസിക അസുഖമാണ്. നല്ല അടിയാണ് ഇതിനുള്ള മരുന്ന്. എന്തായാലും ഈ പെൺകുട്ടി ഇയാൾക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞു, FIR ഇട്ടു. കോടതി കയറി ഇറങ്ങേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ കുറെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ പെൺകുട്ടി പിന്മാറിയില്ല. ഇപ്പൊ ഇയാളെ വെറുതെ വിട്ടു കഴിഞ്ഞാണെങ്കിൽ നാളെ ഇയാൾ ഇതേപോലെ മറ്റുള്ള പെൺകുട്ടികളോട് മോശമായി പെരുമാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇയാളെ ഞാൻ വെറുതെ വിട്ടത് കൊണ്ടാണല്ലോ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന കുറ്റബോധം എനിക്ക് താങ്ങാൻ കഴിയില്ല. ഇങ്ങനെ ഓർത്തത് കൊണ്ടാണ് ഈ പെൺകുട്ടി ഇയാൾക്കെതിരെ കേസ് കൊടുക്കുന്നതിൽ ഉറച്ചു നിന്നത്. ആ ഒരു ധൈര്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. പലരും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ കോടതി കയറി ഇറങ്ങുന്നത് ഓർത്ത് കേസിനൊന്നും പോകാറില്ല. ഒരാളെങ്കിലും മാറി ചിന്തിച്ചല്ലോ, നല്ല കാര്യം. എന്തായാലും ഈ സംഭവത്തിന് ശേഷം തനിക്ക് അനുഭവിക്കേണ്ടി വന്ന മെന്റൽ ട്രോമയെ കുറിച്ച് ഈ പെൺകുട്ടി സംസാരിക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾ കേൾക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ അതും കൂടി കേട്ട ശേഷം നമുക്ക് നിർത്താം. ഈ ഒരു ഇഷ്യൂല് അറ്റ്ലീസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം എനിക്ക് സാക്ഷി നിന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് എന്റെ ഒപ്പം ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ലിറ്ററലി ഒരു ട്രോമറ്റൈസ്ഡ് രീതിയിലേക്കാണ് ഞാൻ പോയത്. ബിക്കോസ് ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സെക്സ് എന്റെ അടുത്തേക്ക് വരുമ്പോ പോലും ഞാൻ പെട്ടെന്ന് ഇങ്ങനെയാവാം. എനിക്കറിയില്ല, ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഏതൊരു ആൺകുട്ടി വന്നാലും, ഏതൊരു മെയിൽ ക്യാരക്ടർ എന്റെ മുമ്പിലേക്ക് വന്നാലും എനിക്ക് ഭയങ്കര ഒരു ട്രോമ ഉണ്ടാവാൻ അറിയില്ല. ചിലപ്പം കാണുന്നതൊക്കെ നമുക്കൊരു പെട്ടെന്നൊരു ഒരു ബാക്കിലേക്ക് പോവാ പറയില്ലേ,
അങ്ങനെ പറ. വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലേ. ലൈംഗിക അതിക്രമങ്ങൾ നേരിടേണ്ടി വന്ന പല പെൺകുട്ടികളും പിന്നീട് ഇതേ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കുടുംബത്തിലെ ആണുങ്ങളിൽ നിന്നും ലൈംഗിക ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്ന ഇഷ്ടം പോലെ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവാറുള്ളതായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. കാരണം ചെറുപ്പത്തിലെ ട്രോമ അവരെന്നും വേട്ടയാടുന്നത് കൊണ്ടാണ്. എന്തായാലും ഓരോ ദിവസവും ഇത്തരത്തിലുള്ള എത്ര അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് അല്ലെ. ഇതിപ്പോ ഈ പെൺകുട്ടി പറഞ്ഞതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. ആരും അറിയാതെ ഇതുപോലുള്ള എത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.